സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഉത്ര കൊലക്കേസ്. 2020 മെയ് 6-നായിരുന്നു ഭർത്താവ് പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് ഭാര്യ ഉത്രയെ കൊലപ്പെടുത്തുന്നത്. അത്തരമൊരു വാർത്തയാണ് ഉത്തർപ്രദേശിൽ നിന്നും വരുന്നത്. ഇവിടെ ഇൻഷുറൻസ് തുക കൈക്കലാക്കാനായി ഭാര്യയും കാമുകനായ സ്കൂൾ ബസ് ഡ്രൈവറും ചേർന്ന് സ്കൂൾ നടത്തിപ്പുകാരനായ ഭർത്താവിനെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ബണ്ടോര എന്ന ഗ്രാമത്തിലെ 32-കാരനായ അതുൽ സിംഗ് എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. അതുൽ സിംഗ് ഭാര്യ ഭാമിനിക്കൊപ്പം ഹസ്തിനപുര എന്ന സ്ഥലത്ത് ഒരു കിഡ്സ് പ്ലേ സ്കൂൾ നടത്തി വരികയായിരുന്നു. 2019-ലായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം കഴിയുന്നത്. ഇതേ ഭാര്യ തന്നെയാണ് ആ യുവാവിനെ കൊലപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തിയത് എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം. വെള്ളിയാഴ്ച രാവിലെയാണ് ജെ ബ്ലോക്ക് കോളനിയിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ അതുൽ സിംഗിനെ കണ്ടെത്തുന്നത്. പാമ്പ് കടിയേറ്റാണ് മരണമെന്ന് സ്ഥിരീകരിച്ചെങ്കിലും പോലീസിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിടക്കയിൽ പാമ്പിനെ കണ്ടെത്തിയെങ്കിലും പോലീസും സർക്കിൾ ഓഫീസറും അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണത്തിലാണ് അതുലിന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹത ചുരുളഴിയുന്നത്. അതുലിന്റെ ഭാര്യ ഭാമിനിക്ക് പ്ലേ സ്കൂളിലെ ഡ്രൈവറായ തുഷാറുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിനിടെ കണ്ടെത്തി. പിന്നീട് തുഷാറിന്റെ മൊബൈൽ ഫോണും മറ്റ് സാധനങ്ങളും പരിശോധിച്ചപ്പോൾ ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന പാമ്പിന്റെ ചിത്രം പോലീസിന് ലഭിക്കുകയും ചെയ്തു. അതോടെ പ്രതികൾ ഇവർ ഇരുവരും തന്നെ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. 2 പാമ്പ് പിടുത്തക്കാരിൽ നിന്നാണ് ഇവർ പാമ്പിനെ വാങ്ങിയത്. അതുൽ സിംഗിന് 20 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നു. ആ തുക കൈക്കലാക്കാനാണ് പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തതും അത് നടത്തിയതും. പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊലപ്പെടുത്താമെന്ന തീരുമാനത്തിലേക്ക് അവർ എത്തുന്നത് അങ്ങനെയാണ്. അതുലിന്റെ മരണശേഷം വിവാഹം കഴിക്കാനും ഇൻഷുറൻസ് തുക ഉപയോഗിക്കാനും ഭാമിനിയും തുഷാറും പദ്ധതിയിട്ടിരുന്നതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഉറക്കത്തിൽ നിന്ന് രാത്രി അതുൽ ഉണരാതിരിക്കാനായി ഭാമിനി അന്നേ ദിവസം രാത്രി അതുലിന് ഉറക്ക ഗുളികകൾ കലർത്തിയ പാൽ നൽകിയതായും പോലീസ് വ്യക്തമാക്കുന്നു. अतुल पवार पुत्र श्री अजब सिंह की संदिग्ध परिस्थितियों में मृत्यु हो गई है और उनके बिस्तर से एक सांप मिला है। तो वहाँ पर तत्काल थाना पुलिस और सीओ मवाना पहुँचे। जो देखा गया तो परिजनों द्वारा ये बताया जा रहा था, विशेषकर पत्नी द्वारा, कि सांप के डसने से ही इनकी मृत्यु हुई है और पुलिस को सूचना देने से पहले ये उनको अस्पताल भी लेकर गए थे। परंतु जिस प्रकार की परिस्थितियाँ थी और जो सांप का व्यवहार होता है उस जानवर का, कि वो बड़ा शाई होता है, उसको लेकर कुछ चीज़ें मैच नहीं खा रही थी कि वो क्यों बिस्तर में इनकी चादर के अंदर आकर उनको काटेगा। इसी क्रम में टेक्निकल सर्विलांस किया गया तो इनकी पत्नी जो हैं दामिनी, इन्हीं के स्कूल के ड्राइवर, ये दोनों मिलकर एक स्कूल कृष्णा किड्स पब्लिक स्कूल चलाते थे। इन दोनों ने 2019 में प्रेम विवाह किया था। दामिनी का इनके ही स्कूल के एक ड्राइवर से संबंध पता चला। इनकी लगातार उनसे वार्ता होती थी। तुषार नाम का व्यक्ति था। तुषार का जब मोबाइल और अन्य चीज़ें देखी गई तो उनके मोबाइल में एक डब्बे में बंद एक सांप का फ़ोटो भी प्राप्त हुआ। उसके आधार पर जब उससे पूछताछ की गई तो उसने ये बताया कि 2 सपेरों से मिलकर उसने एक सांप खरीदा था। और जो मृतक अतुल हैं वो एक विद्या प्रकाशन में ड्राइवर का काम करते थे पहले। इनका 20 लाख का बीमा था। इसी पैसे को लेकर इन दोनों ने ये प्लान बनाया कि ये अपने पति को मरवा देंगी और वो अपनी पत्नी से तलाक ले लेगा और ये दोनों शादी करके और इस पैसे से आगे चल के रहेंगे। ഉറക്കഗുളിക നൽകിയ ശേഷം അതുൽ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഉഗ്രവിഷമുള്ള പാമ്പിനെ കൊണ്ട് കടുപ്പിക്കുകയായിരുന്നുവെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇതിനായി ദാമിനിയും തുഷാറും 2 പാമ്പാട്ടികളുടെ സഹായം തേടിയതായും പോലീസ് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സോനു, ഉദയ്കുമാർ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ബന്ധങ്ങൾക്കെല്ലാം പണത്തിനും അപ്പുറത്തേക്ക് വിലയൊന്നുമില്ല ഇന്നത്തെ കാലത്തെന്ന് വീണ്ടും വീണ്ടും ചൂണ്ടിക്കാട്ടുകയാണ് ഇത്തരം സംഭവങ്ങൾ. പ്രതികൾക്ക് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.